ഓം ശാന്തി 4/8/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ കിങ് ഓഫ് ഫ്ലവർ ആക്കുവാനായി. അതിനാൽ വികാരങ്ങളുടെ ഒരു ദുർഗന്ധവും ഉണ്ടായിരിക്കുവാൻ പാടില്ല. ചോദ്യം: വികാരങ്ങളുടെ അംശം സമാപ്തമാക്കുന്നതിനായി ഏതൊരു പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്? ഉത്തരം: നിരന്തരം അന്തർമുഖിയായിരിക്കുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യൂ. അന്തർമുഖം എന്നാൽ സെക്കൻഡിൽ ശരീരത്തിൽ നിന്നും ഡിറ്റാച്ച്. ഈ ലോകത്തിൻ്റെ പരിസരബോധം തികച്ചും മറന്നു പോകണം. ഒരു സെക്കൻഡിൽ മുകളിൽ പോകണം, വരണം. ഈ അഭ്യാസത്തിലൂടെ വികാരങ്ങളുടെ അംശം സമാപ്തമാകും. കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് അന്തർമുഖിയായി മാറൂ. പൂർണ്ണമായും സൈലൻസ് ഉള്ളതുപോലെ തോന്നണം. യാതൊരു അനക്കവും പാടില്ല. ഈ സൃഷ്ടി തന്നെ ഇല്ലാത്തതുപോലെ. ഓം ശാന്തി. ഇവിടെ ഓരോരുത്തരെയും ഇരുത്തുന്നു. അശരീരിയായി ബാബയുടെ ഓർമ്മയിലിരിക്കൂ. അതിനോടൊപ്പം ഈ സൃഷ്ടിചക്രത്തെയും ഓർമ്മിക്കൂ. മനുഷ്യർ 84ന്റെ ചക്രത്തെ മനസ്സിലാക്കുന്നില്ല, മനസ്സിലാക്കുക തന്നെയില്ല. ആരാണോ 84ന്റെ ചക്രം കറങ്ങുന്നത് അവർ തന്നെയാണ് മനസ്സിലാക്കുവാനായി വരുന്നത്. നിങ്ങൾക്ക് ഇത് ഓർമ്മിക്കേണ്ടതുണ്ട്. ഇതിനെ സ്വദർശന ചക്രം എന്ന് പറയുന്നു. ഇതിലൂടെ ആസുരീയ ചിന്തകൾ സമാപ്തമാകും. അല്ലാതെ ഏതെങ്കിലും അസുരൻ ഇരിക്കുകയും അയാളുടെ കഴുത്തറുക്കുകയും ചെയ്യും എന്നല്ല. മനുഷ്യർ സ്വദർശന ചക്രത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കുന്നില്ല. ഈ ജ്ഞാനം കുട്ടികളായ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു. കമലപുഷ്പ സമാനം ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്ന് പവിത്രമാകൂ. ഭഗവാൻ വാച ആണല്ലോ. ഈ ഒരു ജന്മം പവിത്രമാകുന്നതിലൂടെ 21 ജന്മം നിങ്ങൾ പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. സത്യയുഗത്തെ പറയുന്നത് ശിവാലയം എന്നാണ്. കലിയുഗം വേശ്യാലയമാണ്. ഈ ലോകം മാറുന്നു. ഭാരതത്തിൻ്റെ തന്നെ കാര്യമാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് പോവുകയേ വേണ്ട. പറയും, മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കും? മറ്റു ധർമ്മങ്ങൾക്ക് എന്ത് സംഭവിക്കും? പറയൂ, ആദ്യം സ്വയം തന്നെക്കുറിച്ച് മനസ്സിലാക്കൂ. പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. ഭാരതവാസികൾ തന്നെയാണ് തൻ്റെ ധർമ്മത്തെ മറന്ന് ദുഃഖിതരായത്. ഭാരതത്തിൽ തന്നെയാണ് വിളിക്കുന്നത് നീ മാതാവും പിതാവും എന്ന്. വിദേശത്ത് മാതാപിത എന്ന വാക്ക് പറയുന്നില്ല. അവർ കേവലം ഗോഡ് ഫാദർ എന്നാണ് പറയുന്നത്. തീർച്ചയായും ഭാരതത്തിൽ തന്നെയാണ് അളവറ്റ സുഖമുണ്ടായിരുന്നത്. ഭാരതം സ്വർഗമായിരുന്നു. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. ബാബ വന്ന് മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നു. ബാബയെ പൂന്തോട്ടക്കാരൻ എന്ന് പറയുന്നു. വിളിക്കുന്നുണ്ട്, വന്ന് മുള്ളുകളെ പുഷ്പമാക്കി മാറ്റൂ. ബാബ പുഷ്പങ്ങളുടെ പൂന്തോട്ടം നിർമ്മിക്കുന്നു. മായ പിന്നെ മുള്ളുകളുടെ കാട് നിർമ്മിക്കുന്നു. മനുഷ്യരാണെങ്കിൽ പറയുന്നു, ഈശ്വര, നിന്റെ മായ വളരെ പ്രബലമാണ്. ഈശ്വരനെയോ മായയെയോ മനസ്സിലാക്കുന്നില്ല. ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അർത്ഥം ഒന്നും തന്നെയില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇത് ഡ്രാമയുടെ കളിയാണ്. രാമരാജ്യത്തിൻ്റെയും രാവണ രാജ്യത്തിൻ്റെയും. രാമരാജ്യത്തിൽ സുഖമാണ്, രാവണ രാജ്യത്തിൽ ദുഃഖമാണ്. ഇവിടുത്തെ തന്നെ കാര്യമാണ്. ഇത് പ്രഭുവിൻ്റെ ഏതെങ്കിലും മായ അല്ല. മായ എന്ന് പറയുന്നത് 5 വികാരങ്ങളെയാണ്. അതിനെയാണ് രാവണൻ എന്ന് പറയുന്നത്. ബാക്കി മനുഷ്യരാകട്ടെ പുനർജന്മം എടുത്ത് 84ന്റെ ചക്രത്തിൽ വരുന്നു. സതോ ഗുണിയിൽ നിന്നും തമോ പ്രധാനമാകേണ്ടതുണ്ട്. ഈ സമയം എല്ലാവരും വികാരത്തിലൂടെയാണ് ജനിക്കുന്നത്. അതിനാൽ വികാരി എന്ന് പറയുന്നു. പേര് തന്നെ വിഷ്യസ് ലോകം എന്നാണ്. പിന്നെ വൈസ്ലെസ് ലോകം, അതായത് പഴയ ലോകത്തിൽ നിന്നും പുതിയത് എങ്ങനെയാകുന്നു
ഇത് മനസ്സിലാക്കേണ്ട സാധാരണ കാര്യമാണ്. ന്യൂ വേൾഡിൽ ആദ്യം ഹെവൻ ആയിരുന്നു. കുട്ടികൾക്കറിയാം, സ്വർഗം സ്ഥാപിക്കുന്നത് പരംപിത പരമാത്മാവാണ്. അതിൽ അളവറ്റ സുഖമുണ്ടായിരിക്കുന്നു. ജ്ഞാനത്തിലൂടെ പകലും ഭക്തിയിലൂടെ രാത്രിയും എങ്ങനെ ഉണ്ടാകുന്നു? ഇതും ആരും മനസ്സിലാക്കുന്നില്ല. പറയും, ബ്രഹ്മാവിൻ്റെയും ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരുടെയും പകൽ, പിന്നെ അതേ ബ്രാഹ്മണരുടെ രാത്രി. പകലും രാത്രിയും ഇവിടെയാണ് ഉണ്ടാകുന്നത്. ഇതാരും മനസ്സിലാക്കുന്നില്ല. പ്രജാപിത ബ്രഹ്മാവിൻ്റെ രാത്രി തീർച്ചയായും ആ ഒന്നിൻ്റെ ബ്രഹ്മ മുഖവംശാവലി ബ്രാഹ്മണരുടെയും രാത്രിയായിരിക്കും. പകുതി കൽപ്പം പകൽ, പകുതി കൽപ്പം രാത്രി. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നിർവികാരി ലോകമുണ്ടാക്കാൻ. ബാബ പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. അതിൻ്റെ മേൽ ജയം നേടണം. സമ്പൂർണ്ണ നിർവികാരിയും പവിത്രവുമാകണം. അപവിത്രമാകുന്നതിലൂടെ നിങ്ങൾ വളരെയധികം പാപം ചെയ്തു. ഇത് പാപാത്മാക്കളുടെ ലോകം തന്നെയാണ്. പാപം തീർച്ചയായും ശരീരത്തോടൊപ്പമായിരിക്കും ചെയ്യുക. അപ്പോഴാണ് പാപാത്മാവാകുന്നത്. ദേവതമാരുടെ പവിത്ര ലോകത്തിൽ പാപം ഉണ്ടാകുന്നില്ല. ഇവിടെ നിങ്ങൾ ശ്രീമത്തിലൂടെ ശ്രേഷ്ഠമായ പുണ്യാത്മാവായി മാറിക്കൊണ്ടിരിക്കുന്നു. ശ്രീ ശ്രീ 108 മാലയുണ്ട്. മുകളിലുള്ളതാണ് പുഷ്പം. അതിനെ ശിവൻ എന്ന് പറയും. ആ ഒന്ന് നിരാകാരി പുഷ്പമാണ്. പിന്നെ സാകാരത്തിൽ മെയിലും ഫീമെയിലുമുണ്ട്. അവരുടെ മാല ഉണ്ടായിരിക്കുകയാണ്. ശിവ് ബാബയിലൂടെ ഇവർ പൂജനീയരും സ്മരണായോഗ്യരുമാകുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ നമ്മെ വിജയമാലയിലെ മുത്താക്കി മാറ്റുന്നു. നമ്മൾ വിശ്വത്തിൻ്റെ മേൽ വിജയം നേടിക്കൊണ്ടിരിക്കുന്നു ഓർമ്മയുടെ ബലത്തിലൂടെ. ഓർമ്മയിലൂടെ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. പിന്നെ നിങ്ങൾ സദോ പ്രധാനമായി മാറും. അവരാണെങ്കിൽ അറിവില്ലാതെ പറയുന്നു, പ്രഭു, നിന്റെ മായ പ്രബലമാണ്. ആരുടെയെങ്കിലും അടുക്കൽ ധനം ഉണ്ടാകുമെങ്കിൽ പറയും, ഇവരുടെ അടുക്കൽ മായ വളരെയധികമുണ്ട്. വാസ്തവത്തിൽ മായ എന്നാൽ 5 വികാരങ്ങളെയാണ് പറയുന്നത്. അതിനെ രാവണൻ എന്നും പറയുന്നു. അവർ പിന്നെ രാവണന്റെ ചിത്രം ഉണ്ടാക്കിയിരിക്കുന്നു, 10 തലയുള്ളത്. ഇപ്പോൾ ചിത്രമുണ്ട്, അതിനാൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഇതുപോലെ അംഗദനെ കുറിച്ചും കാണിക്കുന്നുണ്ട്. അംഗദനെ രാവണൻ കുലുക്കിയെങ്കിലും കുലുക്കാൻ സാധിച്ചില്ല. ഉദാഹരണം ഉണ്ടാക്കിയിരിക്കുകയാണ്, അല്ലാതെ ഒരു വസ്തുവുമില്ല. ബാബ പറയുന്നു, മായ നിങ്ങളെ എത്ര തന്നെ കുലുക്കിയാലും നിങ്ങൾ സ്ഥിരമായിരിക്കൂ. രാവണൻ, ഹനുമാൻ, അംഗദൻ തുടങ്ങിയ ഈ എല്ലാ ഉദാഹരണങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. ഭ്രമരത്തിൻ്റെയും ഉദാഹരണമുണ്ട്. ഭ്രമരവും ബ്രാഹ്മണിയും രാശി ചേരുന്നു. നിങ്ങൾ വിഷ്ടയിലെ കീടങ്ങളെ ജ്ഞാനവും യോഗവും കൊണ്ട് ഊതി ഊതി പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നു. ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ സദോ പ്രധാനമായി മാറും. ആമയുടെയും ഉദാഹരണമുണ്ട്. ഇന്ദ്രിയങ്ങളെ ഉൾവലിച്ച് അന്തർമുഖമായി ഇരിക്കുന്നു. നിങ്ങളോടും ബാബ പറയുന്നു, കർമ്മങ്ങൾ ചെയ്തുകൊള്ളൂ, പിന്നെ അന്തർമുഖിയാകൂ. ഈ സൃഷ്ടി തന്നെ ഇല്ലാത്തതുപോലെ അനക്കം പോലും സമാപ്തമാകുന്നു. ഭക്തിമാർഗത്തിൽ ബഹിർമുഖി ആകേണ്ടി വരുന്നു. ഗീതം പാടുക, ഇത് ചെയ്യുക. എത്ര കോലാഹലങ്ങളാണ്, എത്ര ചിലവുണ്ടാകുന്നു, എത്ര മേള നടത്തുന്നു. ബാബ പറയുന്നു, ഇതെല്ലാം ഉപേക്ഷിച്ച് അന്തർമുഖിയാകൂ. ഈ സൃഷ്ടി തന്നെ ഇല്ലാത്തതുപോലെ സ്വയം നോക്കൂ. നമ്മൾ യോഗ്യരായോ? ഏതെങ്കിലും വികാരം ശല്യം ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ? ബാബ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. ഇങ്ങനെയുള്ള ബാബയെ രാവും പകലും ഓർമ്മിക്കേണ്ടതാണ്. നമ്മൾ ആത്മാവാണ്, അത് നമ്മുടെ അച്ഛനാണ്. ഉള്ളിൽ ഇത് നടന്നുകൊണ്ടിരിക്കട്ടെ. നമ്മൾ ഇപ്പോൾ
പുതിയ ലോകത്തിലെ പുഷ്പമായി കൊണ്ടിരിക്കുന്നു. എരിക്കിൻ്റെയോ വിഷത്തിൻ്റെയോ പൂവ് ആകുവാൻ പാടില്ല. നമുക്കാണെങ്കിൽ പൂർണ്ണമായും കിങ് ഓഫ് ഫ്ലവർ, തികച്ചും സുഗന്ധമുള്ളത് ആകണം. ഒരു ദുർഗന്ധവും ഉണ്ടായിരിക്കരുത്. മോശമായ ചിന്തകൾ മാറിപ്പോകണം. മായയുടെ കൊടുങ്കാറ്റ് വീഴ്ത്തുന്നതിന് വേണ്ടി വളരെയധികം വരും. കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു വികർമ്മവും ചെയ്യരുത്. ഇങ്ങനെയെല്ലാം സ്വയം തന്നെ ഉറപ്പിക്കണം, സ്വയം തന്നെ നേരെയാക്കണം. എനിക്ക് ഒരു ദേഹധാരിയെയും ഓർമ്മിക്കുവാൻ പാടില്ല. ബാബ പറയുന്നു, സ്വയം തന്നെ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഓർമ്മിക്കൂ. ശരീര നിർവഹണാർത്ഥം കർമ്മവും ചെയ്തുകൊള്ളൂ. അതിലും സമയം കണ്ടെത്തുവാൻ സാധിക്കും. ആഹാരം കഴിക്കുന്ന സമയത്തും ബാബയുടെ മഹിമ ചെയ്തുകൊണ്ടിരിക്കൂ. ബാബയെ ഓർമ്മിച്ച് കഴിക്കുന്നതിലൂടെ ആഹാരവും പവിത്രമായി മാറുന്നു. എപ്പോഴാണോ ബാബയെ നിരന്തരം ഓർമ്മിക്കുന്നത്, അപ്പോൾ ഓർമ്മയിലൂടെ വളരെയധികം ജന്മങ്ങളിലെ പാപം മുറിയും. നിങ്ങൾ സദോ പ്രധാനമായി മാറുകയും ചെയ്യും. നോക്കണം എത്രത്തോളം സത്യമായ സ്വർണം ആയിട്ടുണ്ട്. ഇന്ന് എത്ര മണിക്കൂർ ഓർമ്മയിലിരുന്നു? ഇന്നലെ 3 മണിക്കൂർ ഓർമ്മയിലിരുന്നു, ഇന്ന് 2 മണിക്കൂർ ഇരുന്നു. ഇങ്ങനെയാണെങ്കിൽ ഇന്ന് നഷ്ടമുണ്ടായി. ഇറങ്ങുന്നതും കയറുന്നതും ഉണ്ടായിക്കൊണ്ടിരിക്കും. യാത്രയ്ക്ക് പോകുമ്പോൾ ചിലയിടങ്ങൾ ഉയർന്നും ചിലയിടങ്ങൾ താഴ്ന്നതുമായിരിക്കും. നിങ്ങളുടെ അവസ്ഥയും താഴെയും മുകളിലും ആയിക്കൊണ്ടിരിക്കും. തൻ്റെ കണക്ക് നോക്കണം. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഭഗവാൻ ഉവാചയാണ്. അപ്പോൾ തീർച്ചയായും കുട്ടികളെ തന്നെ പഠിപ്പിക്കും. മുഴുവൻ ലോകത്തെയും എങ്ങനെ പഠിപ്പിക്കും? ഇപ്പോൾ ഭഗവാൻ എന്ന് ആരെയാണ് പറയേണ്ടത്? കൃഷ്ണനാണെങ്കിൽ ശരീരധാരിയാണ്. ഭഗവാൻ എന്ന നിരാകാരനായ പരംപിത പരമാത്മാവിനെയാണ് പറയുന്നത്. സ്വയം പറയുന്നു, ഞാൻ സാധാരണ ശരീരത്തിൽ പ്രവേശിക്കുന്നു. ബ്രഹ്മാവിൻ്റെതും വൃത്ത ശരീരമായാണ് പാടപ്പെട്ടിട്ടുള്ളത്. വെള്ള താടിയും മീശയും. വൃദ്ധനാണല്ലോ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായും വേണ്ടതും അനുഭവി രഥമാണ്. ചെറിയ രഥത്തിൽ പ്രവേശിക്കുകയില്ല. സ്വയം തന്നെ പറയുന്നു, എന്നെ ആരും അറിയുന്നില്ല. ആ ഒന്ന് സുപ്രീം ഗോഡ് ഫാദർ അഥവാ സുപ്രീം സോളാണ്. നിങ്ങളും 100% പവിത്രമായിരുന്നു. ഇപ്പോൾ 100% അപവിത്രമായിരിക്കുന്നു. സത്യയുഗത്തിൽ 100% പവിത്രതയുണ്ടായിരുന്നു. അപ്പോൾ പീസ് ആൻഡ് പ്രോസ്പെറിറ്റിയും ഉണ്ടായിരുന്നു. മുഖ്യമായത് പവിത്രതയാണ്. കാണുന്നുമുണ്ട് പവിത്രതയുള്ളവരെ. അപവിത്രമായവർ ശിരസ് നമിക്കുന്നു, അവരുടെ മഹിമ പാടുന്നു. സന്യാസിമാരുടെ മുന്നിൽ ഇങ്ങനെ ഒരിക്കലും പറയില്ല, താങ്കൾ സർവഗുണ സമ്പന്നമാണ്, നമ്മൾ പാപിയും താഴ്ന്നവരുമാണ് എന്ന്. ദേവതമാരുടെ മുന്നിലാണ് ഇങ്ങനെ പറയുന്നത്. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. കുമാരിയെ എല്ലാവരും നമിക്കുന്നു. പിന്നെ വിവാഹം കഴിക്കുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ ശിരസ് നമിക്കുന്നു. കാരണം വികാരിയാകുന്നുവല്ലോ. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾ നിർവികാരി ആവുകയാണെങ്കിൽ പകുതി കൽപ്പം നിർവികാരിയായിരിക്കും. ഇപ്പോൾ 5 വികാരങ്ങളുടെ രാജ്യം തന്നെ ഇല്ലാതാകുന്നു. ഇതാണ് മൃത്യുലോകം, അതാണ് അമരലോകം. ഇപ്പോൾ ആത്മാക്കളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ 3ാമത്തെ നേത്രം ലഭിക്കുന്നു. ബാബ തന്നെയാണ് നൽകുന്നത്. മസ്തകത്തിൽ തിലകവും നൽകുന്നു. ഇപ്പോൾ ആത്മാവിന് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടി? നിങ്ങൾ സ്വയം തനിക്ക് തന്നെ രാജതിലകം നൽകൂ. ഏതുപോലെ വക്കീൽ പഠനം പഠിക്കുമ്പോൾ തനിക്ക് സ്വയമേ തന്നെ വക്കീൽ പദവിയുടെ തിലകം നൽകുന്നു. പഠിക്കുകയാണെങ്കിൽ തിലകം ലഭിക്കും. ആശീർവാദത്തിലൂടെ ലഭിക്കുകയില്ല. എങ്കിൽ പിന്നെ എല്ലാവരുടെയും മേൽ ടീച്ചർ കൃപ കാണിക്കുകയാണെങ്കിൽ എല്ലാവരും പാസ്സാകുമായിരുന്നേനെ. കുട്ടികൾ തനിക്ക് സ്വയമേ തന്നെ രാജതിലകം നൽകണം. ബാബയെ ഓർമ്മിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. ചക്രത്തെ ഓർമ്മിക്കുന്നതിലൂടെ
ചക്രവർത്തി മഹാരാജാവായി മാറും. ബാബ പറയുന്നു, നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. ദേവീ ദേവതമാർ ഡബിൾ കിരീടധാരിയാകുന്നു. പതീത രാജാക്കന്മാരും അവരെ പൂജിക്കുന്നു. നിങ്ങളെ പൂജാരി രാജാക്കന്മാരെക്കാൾ ഉയർന്നവരാക്കി മാറ്റുന്നു. ആരാണോ വളരെയധികം ദാനപുണ്യം ചെയ്യുന്നത്, അപ്പോൾ രാജാക്കന്മാരുടെ അടുക്കൽ ജന്മമെടുക്കുന്നു. കാരണം നല്ല കർമ്മം ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അവിനാശി ജ്ഞാനധനം ലഭിച്ചിരിക്കുന്നു. അത് ധാരണ ചെയ്ത് പിന്നെ ദാനം ചെയ്യണം. ഇത് സോഴ്സ് ഓഫ് ഇൻകമാണ്. ടീച്ചറും പഠനത്തിൻ്റെ ദാനം ചെയ്യുന്നു. ആ പഠനം അല്പകാലത്തേക്ക് വേണ്ടിയാണ്. വിദേശത്തു നിന്നും പഠിച്ചിട്ട് വരുമ്പോൾ തന്നെ ഹാർട്ട് ഫെയിൽ ആകുന്നുവെങ്കിൽ പഠനം തീർന്നു, വിനാശിയായല്ലോ. പ്രയത്നം മുഴുവൻ വെറുതെയായി. നിങ്ങളുടെ പ്രയത്നം അങ്ങനെ വെറുതെ പോകുന്നില്ല. നിങ്ങൾ എത്രത്തോളം നന്നായി പഠിക്കുന്നുവോ അത്രയും 21 ജന്മം നിങ്ങളുടെ പഠനം നിലനിൽക്കും. അവിടെ അകാല മൃത്യു ഉണ്ടാകുന്നതേയില്ല. ഈ പഠനം കൂടെ കൊണ്ടുപോകും. ഇപ്പോൾ ബാബ മംഗളകാരിയാണ്. അതുപോലെ കുട്ടികളായ നിങ്ങളും മംഗളകാരിയാകണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. ബാബ വളരെ നല്ല നിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരേ ഒരു കാര്യം മനസ്സിലാക്കിച്ചു കൊടുക്കൂ. സർവശ്രേഷ്ഠ ശിരോമണി ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് ഇത്രയും മഹിമ എന്തുകൊണ്ടാണുള്ളത്? ഭഗവാന്റേത് തന്നെയാണ് ശ്രേഷ്ഠ മതം. ഇപ്പോൾ ഭഗവാൻ എന്ന ആരെയാണ് പറയേണ്ടത്? ഭഗവാൻ ഒന്നേ ഉള്ളൂ. ആ ഒന്ന് നിരാകാരനാണ്. സർവ ആത്മാക്കളുടെയും പിതാവാണ്. അതിനാൽ പരസ്പരം സഹോദരന്മാരാണ് എന്ന് പറയുന്നു. പിന്നെ ബ്രഹ്മാവിലൂടെ പുതിയ രചന രചിക്കുമ്പോൾ സഹോദരന്മാരാകുന്നു. ഈ സമയം നിങ്ങൾ സഹോദരന്മാരാണ്. അപ്പോൾ പവിത്രമായിരിക്കേണ്ടി വരും. ഇതാണ് യുക്തി. ക്രിമിനൽ ആയി പൂർണ്ണമായും മാറിപ്പോകണം. സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകൾ ആവേശഭരിതം ആയില്ലല്ലോ. ബസാറിൽ കടല കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയില്ലല്ലോ. ഇങ്ങനെ ധാരാളം പേർക്ക് ആഗ്രഹം തോന്നുന്നുണ്ട്, പിന്നെ കഴിക്കുകയും ചെയ്യുന്നു. ബ്രാഹ്മണി ഏതെങ്കിലും സഹോദരന്റെ കൂടെ പോകുമ്പോൾ അയാൾ പറയും, കടല കഴിക്കാം, ഒരു തവണ കഴിക്കുന്നതിലൂടെ പാപമൊന്നും ഏൽക്കുകയില്ല എന്ന്. ആരാണോ അപക്വമായത് അവർ ഉടനെ കഴിക്കുന്നു. ഇതിനെക്കുറിച്ച് ശാസ്ത്രങ്ങളിലും ഉദാഹരണമുണ്ട്. ഈ കഥകൾ ഇരുന്ന് ഉണ്ടാക്കിയിരിക്കുന്നു. ബാക്കിയെല്ലാം തന്നെ ഈ സമയത്തെ കാര്യങ്ങളാണ്. നിങ്ങളെല്ലാവരും സീതമാരാണ്. നിങ്ങളോട് ബാബ പറയുന്നു, ഒരു ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം മുറിയും. മറ്റൊരു കാര്യങ്ങളുമില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, രാവണൻ എന്നൊരു മനുഷ്യൻ ഇല്ല. ഇത് വികാരങ്ങളുടെ പ്രവേശനം ഉണ്ടാകുന്നതാണ്. അപ്പോൾ രാവണ സമ്പ്രദായം എന്ന് പറയുന്നു. ചിലരൊക്കെ ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ പറയും, നിങ്ങൾ അസുരനാണ്, പെരുമാറ്റം ആസുരീയമാണ്. വികാരികളായ കുട്ടികളോട് പറയും, നിങ്ങൾ കുലകളങ്കിതരാകുന്നു എന്ന്. ഇത് പിന്നെ പരിധിയില്ലാത്ത ബാബ പറയുന്നു, നിങ്ങളെ ഞാൻ കറുപ്പിൽ നിന്നും വെളുപ്പാക്കുന്നു, പിന്നെ മുഖം കറുപ്പിക്കുന്നു. പ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നെ വികാരിയായി മാറുന്നു, കറുപ്പിനേക്കാളും കറുപ്പായി പോകുന്നു. അതിനാൽ കല്ല് ബുദ്ധി എന്ന് പറയുന്നു. പിന്നെ ഇപ്പോൾ നിങ്ങൾ പവിഴ ബുദ്ധിയാകുന്നു. നിങ്ങളുടെ കയറുന്ന കലയുണ്ടാകുന്നു. ബാബയെ തിരിച്ചറിഞ്ഞു. വിശ്വത്തിൻ്റെ അധികാരിയാകണം. സംശയത്തിൻ്റെ കാര്യം ഉണ്ടാവുക സാധ്യമല്ല. ബാബ ഹെവൻലി ഗോഡ് ഫാദർ ആണ്. അപ്പോൾ തീർച്ചയായും ഹെവൻ സമ്മാനമായി കൊണ്ടുവരുമല്ലോ കുട്ടികൾക്ക് വേണ്ടി. ശിവജയന്തിയും ആഘോഷിക്കുന്നു. എന്ത് ചെയ്തിട്ടുണ്ടാകും? വ്രതവും മറ്റും വെക്കുന്നുണ്ടാകും. വാസ്തവത്തിൽ വ്രതം വെക്കേണ്ടത് വികാരങ്ങളുടേതാണ്. വികാരത്തിലേക്ക് പോകുവാൻ പാടില്ല. ഇതിലൂടെ തന്നെയാണ് നിങ്ങൾ ആദി മധ്യ അന്ത്യം
ദുഃഖം നേടിയത്. ഇപ്പോൾ ഈ ഒരു ജന്മം പവിത്രമാകൂ. പഴയ ലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കണം, ഭാരതത്തിൽ 9 ലക്ഷം പോയി വസിക്കും. പിന്നെ ശാന്തി ഉണ്ടാകും. കൈയടിക്കുവാൻ തക്കവണ്ണം, അതായത് ശബ്ദം ഉണ്ടാകും വിധം മറ്റ് ധർമ്മങ്ങളെ ഉണ്ടായിരിക്കുകയില്ല. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപനയും ബാക്കി അനേകം ധർമ്മങ്ങളുടെ വിനാശവും ഉണ്ടാകും. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: അവിനാശി ജ്ഞാനധനം സ്വയം തന്നിൽ ധാരണ ചെയ്ത് പിന്നെ ദാനം ചെയ്യണം. പഠനത്തിലൂടെ സ്വയം തനിക്ക് രാജതിലകം നൽകണം. ബാബ മംഗളകാരിയാണ്, അതുപോലെ മംഗളകാരിയാകണം. ആഹാരപാനീയങ്ങളുടെ പൂർണ്ണമായ പഥ്യം വയ്ക്കണം. ഒരിക്കലും കണ്ണുകൾ ചതിക്കരുത്. ഇത് സൂക്ഷിക്കണം. സ്വയം തന്നെ നേരെയാക്കണം. കർമ്മേന്ദ്രിയങ്ങളിലൂടെ യാതൊരു വികർമ്മവും ചെയ്യുവാൻ പാടില്ല. വരദാനം: മനസ്സാശക്തിയുടെ അനുഭവത്തിലൂടെ വിശാല കാര്യത്തിൽ സദാ സഹയോഗിയായി ഭവിക്കട്ടെ. പ്രകൃതിയെയും തമോഗുണി ആത്മാക്കളുടെ വൈബ്രേഷനെയും പരിവർത്തനപ്പെടുത്തുക, അഥവാ ആവശ്യമില്ലാതെയുള്ള രക്തചൊരിച്ചിലിൻ്റെ വായുമണ്ഡലത്തിൽ നിന്നും വൈബ്രേഷനിൽ നിന്നും സ്വയം തന്നെ സേഫാക്കി വയ്ക്കുക. അന്യ ആത്മാക്കൾക്ക് സഹയോഗം നൽകുക. പുതിയ സൃഷ്ടിയിൽ യോഗബലത്തിലൂടെ പുതിയ രചനയ്ക്ക് പ്രാരംഭം നൽകുക. ഈ എല്ലാ വിശാല കാര്യങ്ങൾക്ക് വേണ്ടിയും മനസ്സാശക്തിയുടെ ആവശ്യമുണ്ട്. മനസ്സാശക്തിയിലൂടെ തന്നെയാണ് സ്വയം തൻ്റെ അന്തിമം സുഖകരമാകുന്നത്. മനസ്സാശക്തി എന്നാൽ ശ്രേഷ്ഠ സങ്കല്പശക്തി. ഒന്നിനോടൊപ്പം ലൈൻ ക്ലിയർ. ഇപ്പോൾ ഇതിൻ്റെ അനുഭവിയാകൂ. അപ്പോൾ പരിധിയില്ലാത്ത കാര്യത്തിൽ സഹയോഗിയായി പരിധിയില്ലാത്ത വിശ്വത്തിൻ്റെ രാജ്യ അധികാരിയാകും. സ്ലോഗൻ: നിർഭയതയും വിനയവും തന്നെയാണ് യോഗിയും ജ്ഞാനിയുമായ ആത്മാവിൻ്റെ സ്വരൂപം. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. പരമാത്മാ സ്നേഹം ആനന്ദമയമായ ഊഞ്ഞാലാണ്. ഈ സുഖദായി ഊഞ്ഞാലിൽ ആടി സദാ പരമാത്മാ സ്നേഹത്തിൽ ലൗലീൻ ആയിരിക്കൂ. അപ്പോൾ ഒരിക്കലും ഏതെങ്കിലും പരിതസ്ഥിതിയോ മായയുടെ ചഞ്ചലതയോ വരിക സാധ്യമല്ല. പരമാത്മാ സ്നേഹം അക്ഷയമാണ്, അചഞ്ചലമാണ്. സർവർക്കും പ്രാപ്തമാകുന്നത് സാധ്യമാകും വിധം ഇത്രമാത്രമുണ്ട്. എന്നാൽ പരമാത്മാ സ്നേഹം പ്രാപ്തമാക്കുന്നതിനുള്ള വിധിയാണ് വേറിട്ടവരാവുക. എത്രത്തോളം വേറിട്ടവരാകുമോ അത്രയും പരമാത്മാ സ്നേഹത്തിൻ്റെ അധികാരം പ്രാപ്തമാകും. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. ഞാൻ ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്ന ആത്മാവാകുന്നു. പുരികമധ്യത്തിൽ വസിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാകുന്നു. ശാന്തിയുടെ സ്വരൂപമാകുന്നു. ശാന്തിധാമമാകുന്ന എൻ്റെ സ്വഗ്രഹത്തിലേക്ക് മനസ്സിനെ ഞാൻ ഏകാഗ്രമാക്കുന്നു.
സർവശക്തിവാനും ബീജരൂപനുമായ പരമാത്മാവിൻ്റെ സമീപത്തേക്ക് യാത്ര ചെയ്യുന്നു. ശിവപിതാ പരമാത്മാവിൻ്റെ കൂടെ ഞാൻ കമ്പൈൻഡായി കഴിഞ്ഞു. ഞാൻ ആത്മാവ് ശിവപിതാവിൻ്റെ സർവശക്തികളാലും സമ്പന്നമാകുന്നു. മാസ്റ്റർ സർവശക്തിവാനാകുന്നു. ആഹാ, എത്ര അലൗകിക അനുഭവമാണിത്! ഈ കമ്പൈൻ സ്ഥിതി എത്ര പ്രിയപ്പെട്ട സ്ഥിതിയാണ്! എത്ര ശക്തിശാലി സ്ഥിതിയാണ്! ആഹാ, എത്ര ഭാരരഹിതമായ സ്ഥിതിയാണ്!